ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല, ഷിഫ്റ്റ് കഴിഞ്ഞ് ലീവിന് ഇറങ്ങിയേക്കുവാണ്. ഇപ്രാവശ്യം ഞാൻ നെതർലാൻഡിലെ ട്രക്ക് വാഷിൽ വെച്ചായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങിയത്. അന്ന് എടുത്തേക്കുന്ന വീഡിയോ ആണ്. ഇനി മുതൽ ഈ വണ്ടി നമ്മുടെ കയ്യിലുണ്ടാവില്ല, ഇത് വേറൊരാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. രാവിലെ തന്നെ വണ്ടി നല്ല രീതിക്കൊന്ന് വാഷൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ പുറത്തിറക്കി വെക്കാൻ പറ്റില്ല, ഇന്ന് നല്ല മഴയാണ്. ഇനിയിപ്പോൾ എന്നെ കൂട്ടാനുള്ള വണ്ടി വരുമ്പോൾ വേണം ഇത് ഡയറക്റ്റ് വണ്ടിയിലേക്ക് കയറ്റിയാൽ മതി. ഈ വണ്ടി നന്നായിട്ട് തന്നെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ക്ലീൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ 4 മാസം അയാളുടെ വീടും കൂടിയാണിത്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞത് ഈ വണ്ടിക്കകത്തായതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ടാബിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ആശാനാണ്. എന്തായാലും എനിക്ക് നല്ല ഭാഗ്യമുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോഴും അതുപോലെ തന്നെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എല്ലാ ഹെൽപ്പിനും എൻ്റെ കൂടെ ആശാനുണ്ട്. നമ്മൾ വണ്ടിയുടെ ഫോട്ടോസൊക്കെ ടാബിൽ അപ്ഡേറ്റ് ചെയ്യുമ്പം ആദ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഡാമേജും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ ഭാഗത്തെ ഫോട്ടോസും എടുക്കേണ്ടതുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് 2 സൈഡും അതുപോലെ തന്നെ ബാക്ക് സൈഡും പിന്നെ നമ്മുടെ ടയറുകളും എല്ലാം ഫോട്ടോ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഈ വണ്ടി ട്രാൻസ്ഫറാണ് ഞാൻ ചെയ്യുന്നത്, അത് വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയിലെ പേപ്പറും കാര്യങ്ങളൊക്കെ ഫോട്ടോസിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂവൽ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, അതും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫോട്ടോ എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത്, ഈ വണ്ടി ആരാണോ എടുക്കുന്നത് അയാളാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടു കൊടുക്കുകയാണ്. ഇവിടുന്ന് അപ്പുറത്തുള്ള ഒരു പാർക്കിങ്ങിലാണ് ഇപ്പോൾ വണ്ടി എടുക്കാനുള്ള ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഈ വണ്ടി ഒന്നും കൂടെ ഓടിക്കുകയാണ് കേട്ടോ. ഇനി മുതൽ ഈ വണ്ടി ഉണ്ടാവുക ഈ പാജീൻ്റെ അടുത്താണ്. അദ്ദേഹമാണ് ഇനി മുതൽ ഈ വണ്ടിയിൽ ഉണ്ടാവുക കേട്ടോ. ആൾ നമ്മളെ കമ്പനിയിൽ 3 വർഷത്തിൻ്റെ മേലെയായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ വണ്ടിയെല്ലാം അദ്ദേഹത്തിന് കൊടുത്ത് ഞാൻ മെല്ലെ തിരിച്ച് വരുവാണ്. അപ്പോൾ വണ്ടി വിട്ട് വരുമ്പോൾ നല്ലൊരു സങ്കടമുണ്ട്. എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും അടിപൊളിയായിരിക്കട്ടെ.